അല്ല ഗായ്സ്, ഞാൻ ഒരു പുതിയ ചാനലുമായിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. എപ്പോഴും ഇത് ഫസ്റ്റ് ടൈമാണെന്ന് ആയിരിക്കും നിങ്ങൾ. ഞാൻ 2 ചാനലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തോ ഓക്കെ. മൈൻക്രാഫ്റ്റ് ഞാനും കുറച്ച് മൈൻക്രാഫ്റ്റ് 2-3 വർഷമായി കളിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അതെല്ലാം ഇവിടുത്തെ കേസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഹോൾ മോഡും ഇല്ല, ഒരു കുന്ത്. നമുക്കിവിടെ ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ ഡബിൾ കേവ് ഉണ്ട്. നമ്മുടെ കയ്യിലെന്ന് വെച്ചാൽ എൻ്റെ ഓർട്ട് വെച്ചില്ല. ഞാനൊരു അയ്യോ, അവിടെ ഒരു ക്രീപ്പർ നിങ്ങളുടെ കാലുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ എൻ്റെ ചേട്ടൻ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വീരത്വം കാണിക്കാമെന്ന് പറഞ്ഞ് ചെന്നായിരുന്നു. പിന്നെ അത് പൊട്ടുകയും ചെയ്തു. എനിക്കിത് കണ്ടിട്ട് എന്തോ കുറച്ച്, കാരണം ഇത് ലാഗി ഫോൺ. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട, അതിപ്പോൾ തന്നെ പൊട്ടുകയും ചെയ്യും. കണ്ടോ, ലാഗ് അടിച്ച് ഞാൻ അവിടെ നിന്നെയാണ്. അപ്പോൾ കേസ് എനിക്കിഷ്ടമില്ലാത്തൊരു ഭയമി തന്നെയാണ് ഞാൻ ഇവിടെ സ്പോണായത്. ഞാനാണ് വുഡ് പൊട്ടിക്കാതെ എനിക്ക് വുഡ് കിട്ടിയിട്ടുണ്ട് ഇന്നലെ. പിന്നെ ഞാൻ എന്നാൽ ഇച്ചിരി കൂടെ വുഡ് എടുക്കാം. അവിടെ നമ്മളൊരു കേവ് കണ്ടില്ലേ, നമുക്ക് അവിടെ ഇറങ്ങി സ്റ്റോൺ എടുക്കാം. എന്തായാലും ഇത് നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് 0 സബ്സ്ക്രൈബേഴ്സാണ്. ലൈക്കാണ്. പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, കിച്ചൻ CP എന്നാണ് പേര്. പുള്ളിക്കാരനാണ് പറ്റുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പോരത്തിന് നിങ്ങൾക്ക് ഫ്രണ്ട്സ്, അത് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഫ്രണ്ട്സ്, അവരെ പറ്റാവുന്നത്ര ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം അല്ല, തേർഡ് ടൈമാണ് ഞാൻ ചാനലിൽ വീഡിയോ ഇടുന്നത്. പിന്നെ അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞാലും ആരും കേൾക്കാൻ പോകുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്കപ്പോൾ പോവാം. ഞാനിത് വീഡിയോ എടുത്ത് കഴിഞ്ഞ് വെച്ച് ഗൈസ്, ജസ്റ്റ് എ കോൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോയത്. നമ്മളിവിടെ അവിടെ പിക്കാസ് അത് തന്നെ. ഈ റെവൈനിലോട്ട് ചാടാം. എനിക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയമായതുകൊണ്ട് എനിക്ക് അത്ര പേടിയില്ല എന്തോ പറയണമെന്ന്. പക്ഷേ വീഡിയോ എടുക്കുന്ന നേരത്തായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ അവിടോട്ട് ചാടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ സസ്പെൻസ് ഞാൻ മാറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണും ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പം എന്തോ ചെയ്യുന്നത് കണ്ടോണേ. കണ്ടോ, കാണിച്ചാണ്ടോ. ഇതാണ് പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് ഞാനെല്ലാം ചെയ്തതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് സ്പീഡ് ചെയ്യുകയാണ്, കാരണം അതെല്ലാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. കേവിനായിരുന്നു എനിക്കൊരു വുഡ് കിട്ടി. അതെല്ലാം ഞാനത് ഫാസ്റ്റ് ക്രാഫ്റ്റ് എന്ന് മോഡിട്ടുണ്ട്. അറിയാതെ നിന്ന് പെട്ടെന്ന് എനിക്ക് ഇപ്പം മൊത്തം ക്രാഫ്റ്റിൻ്റെ പോയി. പിന്നെ വെളിയിൽ പോയി വേറെ മരം വെട്ടി ബ്രിസ്റ്റോണൊക്കെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ കോൾ എടുക്കുന്നു. പിന്നെ താഴായിട്ട് ഞാൻ ഒരു അയൺ കണ്ടായിരുന്നു ഗൈസ്. അതിപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അതാണ്ടിരിക്കുന്നത്. ഇത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, 2 ഉള്ളൂ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തവർ ജയിച്ചു, ഞാൻ തോറ്റു. അല്ല, എന്താ പറയുക, കോപ്പർ. ഞാനൊരു കോപ്പർ അടിക്കാം. ഞാൻ കോപ്പർ എവിടെ കണ്ടാലും എടുക്കാറുണ്ട് സാധാരണ. നിങ്ങൾ ഏത് ജില്ലയായിരുന്നു വരുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. നിങ്ങൾ ഏത് ജില്ലയിലാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പറ്റാവുന്നത്ര ഷെയർ ചെയ്യുക. വഴി തെറ്റുന്നതല്ലോ. ഇതല്ല. അപ്പോൾ ഇത് തന്നെ. അതാണ്ട് അതിനടുത്ത കുഴി. ഓക്കെ, 12 ഇത് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ടോർച്ച് ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കാം. നമുക്കിനി ഇവിടെ ഇങ്ങോട്ട് ചിലപ്പോൾ വേണ്ടി ഒരു കോളൊക്കെ എടുക്കാൻ വരുമ്പോൾ ഇവിടെ മോബ്സിൻ്റെ സീനാണ്. കുറച്ച് കോൾ എടുത്തേക്കാം. ഇത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, എൻ്റെ എപ്പിസോഡ് 2-ന് വേണ്ടിയിട്ട് നിങ്ങൾ വെറും 1 ലൈക്ക് തന്നാൽ മാത്രം മതി. 1 ലൈക്കോ അതിൽ കൂടുതൽ ലൈക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ള യൂട്യൂബർ അവസ്ഥയിൽ എനിക്ക് 0 സബ്സ്ക്രൈബേഴ്സാണ്. ഇപ്പോൾ 1 ലൈക്ക് കിട്ടുകയെന്നൊക്കെ വെച്ചാൽ എനിക്ക് വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ സ്റ്റോണിൻ്റെ ഒരു പിക്കാസും സോഡും അങ്ങനെ ആക്സും ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ജോൺ എടുക്കാം. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാത്തതിന് കാരണം നിങ്ങൾക്കറിയില്ല, എൻ്റെ 4 ഓൾറെഡി ഉണ്ട്. അറിയാതെ ഉണ്ടാക്കിപ്പോയാണ് ഗൈസ്. ഞാൻ ഇങ്ങനെയല്ല സാധാ ചെയ്യാറ്. നിങ്ങൾ ഫസ്റ്റ് കണ്ടായിരുന്നല്ലോ, ഞാൻ ചാവുന്നതിന് മുമ്പ് ഞാൻ നല്ല രീതിയിലെല്ലാം ചെയ്യുന്നു. അത് ബ്രൗൺ ഷീപ്പായതുകൊണ്ടാണ് ഞാനിപ്പോൾ പൂ പൊട്ടിക്കുന്നത് കേട്ടോ. അല്ല, അറിയാലോ കളർ. സോമി എന്നെ കൊന്നു. ഇനി അവിടെ കോപ്പറൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ചാവാൻ നേരത്തെ ഇവിടെ ഒരു അയൺ കൊണ്ടാണ്, അത് കണ്ടുവച്ച് ചാടിയതാണ്. ഞാൻ പിന്നെ എടുക്കാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ ബിർച്ച് ഫോറസ്റ്റ് അല്ലേ, അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. പിക്ക് ഉണ്ട്. നിങ്ങൾക്ക് എത്ര മോബ്സിനെ അറിയാം? ഒരു ഓവർവേൾഡ് സ്പോൺ ആവുന്ന ഹോസ്റ്റൈലല്ല, അത് നോർമൽ നാച്ചുറലായിട്ട് സ്പോൺ. കണ്ടിട്ട് ഡെസേർട്ടാണെന്ന് തോന്നുന്നു. എന്നാൽ പോയി നോക്കാം. 2 ഷീപ്പ്, അതും ബേബി. വേറെ എന്തെങ്കിലും കിട്ടിയെന്നാൽ കൊള്ളാമായിരുന്നു. ഇന്ന് എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. എന്തെങ്കിലും കഴിക്കാനുണ്ടോ?
ഫുഡുണ്ട്, എന്നാലും കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ഇത് ഒരു ബേബി ഷീപ്പ്, ഈ പിഗും കോഴിയും മാത്രമേ ഉള്ളൂ വലുത് അഡൾട്ട് സ്പോണാകുന്നത്. ബാക്കിയെല്ലാം ഈ കൊച്ചിതാണല്ലോടെ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ പിഗൊക്കെ മുതുക്കാണ് സ്പോണാകുന്നത്. ഗൈസ് പിന്നെ എന്താണ് പറയുക, എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ് എന്താ പറയുന്നത്. അത് ഈ സമയത്ത് ഹങ്ങർ നല്ലപോലെ കുറയുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനില്ലേ, പക്ഷേ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതൊന്നും നോക്കാറില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് കളിക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് കുടിക്കാൻ നോക്കുന്ന ലാഗ് കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. ഗൈസ് നിങ്ങൾ ആ ലാഗൊന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ ഇപ്പം ഞാൻ ഫോണിലാണ് കളിക്കുന്നത്, ഞാൻ PC യിലാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ പറയിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സബ്സ്ക്രൈബ് അത് മതി, അത് മാത്രം മതി. ഞാൻ ദിവസവും വീഡിയോ ഇടും. അതോടെ നിങ്ങൾക്ക് കാണാൻ എൻ്റർടൈൻമെൻറ്റോ ഗൈസ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. എനിക്ക് PC കളിക്കാൻ പറ്റും. നിങ്ങൾ കാരണം PC കാണണമെന്നില്ല, എനിക്ക് ലാപ്ടോപ്പായാലും ഓക്കെ. നമ്മളവിടെ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇതേലും മുതുക്ക് സ്പോണായാലും അഡൾട്ട് ഓക്കെ. ബണ്ടിൽ അതൊക്കെ സൈഡ് വെച്ച് കളിയുണ്ട്. ഇതിനെ കൊന്നാലോ? അല്ലേ വേണ്ട. രാത്രി വന്ന ഗൈസ് ഇപ്പം എന്തോ ചെയ്യും? സൺസെറ്റ് ആവുന്നു. നിങ്ങൾക്ക് കമാൻഡൊക്കെ അറിയാം അവിടെ എന്നുവെച്ചാൽ വ്യൂവേഴ്സിനാണ് ഞാൻ ചോദിച്ചത്. എന്തോ ചെയ്യും? എനിക്ക് കമാൻഡ് അധികം അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോ. ഇത് 3 ഉണ്ടല്ലോ. ഞാൻ ദൂരെ നിന്നൊക്കെ പറഞ്ഞാൽ ഉള്ളായിരുന്നു ഗൈസ്. ഇനി എന്തിനാ കൊല്ലുന്നത് അറിയാം? സീഗ്രാസ് ഇവർ ചിലപ്പോൾ 2 ഒക്കെ തരും. അതായത് നമുക്ക് ഫീഡ് ചെയ്യാം. തന്നില്ല. ഇതിങ്ങനെ അതെന്താ വളർത്തുന്നത് ഇങ്ങനെ? ഇരുട്ടി തുടങ്ങി നാശം ഓടിക്കാൻ കൊണ്ട് 3 ടോർച്ചുണ്ട്, ഞാനും ഉണ്ട്. അയ്യോ എന്ത് ചെയ്യും? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവും കേട്ടോ, റെക്കോർഡ് ചെയ്ത്. അല്ലാതെ നിങ്ങളെ കേൾപ്പിക്കാൻ കൊള്ളത്തില്ല. ഇങ്ങനെ കൊല്ലുവാണ് ഞാൻ. അതും ഒന്നും തന്നില്ല. കൊള്ളാം. എൻ്റെ ഹങ്കർ തീരാറായി. അവിടെ ആയിട്ടൊരു കുഴി എടുത്ത് നിൽക്കാം. ഓടാനും പറ്റുന്നില്ല നാശം. നമുക്ക് അവിടെ ചെന്ന് കുഴി എടുത്ത് വെച്ച് സേഫ് ആവും. എന്നിട്ട് ഫുഡൊക്കെ ചൂടാക്കാം. ഓക്കെ ഗൈസ്. ഇനി എന്താ പറയുക, നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് പറയണം. ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്കൊരു ഫ്രീ സബ്സ്ക്രൈബർ ആവും. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ പറ, ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ജസ്റ്റ് അതിന് പകരം ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. സബ്സ്ക്രൈബ് ഒന്നും നിങ്ങൾ നിർബന്ധമില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നിങ്ങളെ തേടി പിടിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. കമൻ്റ് ഒന്നും ഇടണം. എന്നാലേ നിങ്ങൾ ആരാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. ഞാൻ സ്റ്റോൺ എടുക്കാൻ താഴോട്ട് വേണം. എൻ്റെ സൗണ്ട് കൊള്ളായിരിക്കാം, കാരണം ഞാനും ഉള്ളതാണ്. കൊള്ളത്തില്ലേ ചളി? ഞാനങ്ങനെ സ്കൂളിലും അങ്ങനെ ചളിയൊന്നും അടിക്കാറ്. എനിക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റോൺ പൊട്ടിക്കാം. ഞാൻ ഇൻഷോട്ട് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് പറയാം. പിന്നെ എൻ്റെ സൈറ്റ് ഗ്രാനൈറ്റ്, പിന്നെ എന്തുവാ വേറൊന്നും കൊണ്ട് ഡയറൈറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഞാൻ ബെഡ്റോക്കിലാണ് കളിക്കുന്നത്. ജാവ ഇഷ്ടമാണ്, പക്ഷേ കളിക്കാൻ പറ്റത്തില്ല. ഫോണിൽ ഇപ്പോൾ ജാവ ലാഞ്ചറൊക്കെ എടുത്താൽ ലാഗായിരിക്കും. അങ്ങനെ തന്നെയാണ് എടുക്കാത്തത്. ഓക്കെ. നമുക്കിത് കയ്യിൽ ഫുഡുണ്ട്, അത് ചൂടാക്കാൻ വെക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യം ഒരു പൊട്ടത്തരം കാണിക്കാൻ പോയിരുന്നു. സ്ലാബ് ഉണ്ടാക്കാൻ പോകുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ കയ്യിൽ കോളുണ്ടെന്ന്. അപ്പോൾ ഞാനാണ് കോളെടുത്ത് വെക്കുന്നത്. അത് ചൂടാവുന്നു, ഞാൻ കഴിക്കുന്നു. ഞാൻ ചൂടാക്കാൻ വെച്ചാൽ സ്റ്റീക്കാണ്. നിങ്ങൾക്ക് സ്റ്റീക്കാണോ അതോ കുക്കഡ് മീറ്റല്ല, ഇതില്ല ഇതിൻ്റെ അകത്ത് നോക്കത്തില്ല. ഞാൻ വലിയ സാപ്ലിങ് നടാൻ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ വെറുതെ കരുതരുത്. ഞാൻ ഇപ്പോൾ ഒരു സാപ്ലിങ് എടുക്കാം. കയ്യിൽ ഇരിക്കുന്ന കണ്ടായിരുന്നു. പിന്നെ 3 റോസ് എന്തോ അതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ ബെഡ് ഉണ്ടാക്കാൻ എടുത്തത്. പിന്നെ ഒരു ബ്രൗൺ ഷിപ്പിനെ മാത്രമല്ല കിട്ടിയത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനം സ്റ്റീക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം.